നമസ്കാരം. ടീച്ച് ഫ്രം ഹാർട്ടിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മൊഡ്യൂൾ 5 നിന്നുള്ള 25 ചാപ്റ്ററുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലാക്കിയത്. 26ാമത്തെ ചാപ്റ്റർ, അതായത് ഇന്ത്യാസ് ഫോറിൻ പോളിസി ചാപ്റ്റർ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ. അപ്പോൾ ഇന്ത്യാസ് ഫോറിൻ പോളിസി, ഇന്ത്യയുടെ വിദേശ നയം, അതിൽ വൺ വേർഡ് ക്വസ്റ്റ്യൻസ്. ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച എന്ത് ചെയ്തതാണ്, ഈ ചാപ്റ്റർ നമ്മൾ പഠിച്ചതേ ഉള്ളൂ അല്ലേ. ഇപ്പോൾ പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ വിദേശ നയത്തിൻ്റെ പിതാവ് ആരാണ് നമ്മൾ പഠിച്ചതാണ്, ജവഹർലാൽ നെഹ്റു ആണല്ലേ. പിന്നെ അതുപോലെ തന്നെ ഫോറിൻ പോളിസി എന്താണെന്ന് നോക്കി വയ്ക്കണം. വിദേശ നയം, അതൊക്കെ 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസിൽ വരുന്നതാണ്. വാട്ട് ഈസ് നാം, നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ്, എന്താണ് ചേരിചേരാ പ്രസ്ഥാനം അല്ലെങ്കിൽ ചേരിചേരാ സംഘടന. ഇതൊക്കെ നമ്മൾ ഒരാഴ്ച പോലും ആയില്ല പഠിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അത് നന്നായിട്ട് മനസ്സിലാക്കുക. അതിൽ നിന്നുള്ള 2ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഫോറിൻ പോളിസി, വിദേശ നയത്തിലെ തത്വങ്ങൾ ഏതെല്ലാമാണ്, അതും പ്രധാനപ്പെട്ടതാണ്. 3ാമത്തെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ കോൺട്രിബ്യൂഷൻസ് ഗിവൺ ബൈ ഇന്ത്യ ടു UN എഫേർട്സ് ഫോർ പീസ് ആൻഡ് ഡിസാർമമെൻറ്റ്, UN അന്താരാഷ്ട്ര സമാധാനത്തിനും നിരായുധീകരണത്തിനും വേണ്ടിയുള്ള ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ എന്തെല്ലാം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് 26ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള പ്രധാനപ്പെട്ടവയാണ്. 27ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഇന്ത്യാസ് റിലേഷൻസ് വിത്ത് USA ആൻഡ് റഷ്യ, USAയും റഷ്യയുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധങ്ങൾ, അതിൽ നിന്ന് ഉള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. അതിൽ ഡെസ്ക്രൈബ് ദ ഇൻഡോ US റിലേഷൻസ്, ഇന്ത്യ US ബന്ധത്തെക്കുറിച്ച് വിശദീകരിക്കുക. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, റൈറ്റ് എ നോട്ട് ഓൺ ദ ഇൻഡോ US പൊളിറ്റിക്കൽ റിലേഷൻസ് ഡ്യൂറിങ് ദ കോൾഡ് വാർ, ശീതസമര കാലഘട്ടത്തിൽ ഇന്ത്യയും USAയും തമ്മിലുള്ള രാഷ്ട്രീയ ബന്ധങ്ങൾ എങ്ങനെയായിരുന്നു. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ സമകാലിക ഇന്ത്യ US ബന്ധത്തെക്കുറിച്ച് എഴുതാനും ചിലപ്പോൾ ചോദിക്കാം. ഡെസ്ക്രൈബ് അബൌട്ട് കണ്ടംപററി ഇന്ത്യ US റിലേഷൻ, ഇതെല്ലാം എളുപ്പമാണ്, കുറച്ചേ ഉള്ളൂ, പഠിക്കുക. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ ദ വേൾഡ് വിറ്റ്നസ്ഡ് ദ എമർജൻസ് ഓഫ് USSR as a superpower along with USA. Evaluate the factors which helped USSR to emerge quickly as a superpower. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം സോവിയറ്റ് യൂണിയൻ അല്ലേ, റഷ്യ അമേരിക്കയോടൊപ്പം തന്നെ ഒരു വൻ ശക്തിയായി വളരാൻ ഈ സോവിയറ്റ് യൂണിയനെ സഹായിച്ച ഘടകങ്ങൾ ഏതെല്ലാം. അതുപോലെ നിങ്ങൾക്ക് 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം വൻ ശക്തികളായിട്ട് ഉയർന്നു വന്ന 2 രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അമേരിക്കയും റഷ്യയുമാണ് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഇതിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. ചാപ്റ്റർ 28ലേക്ക് വരുമ്പോൾ ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നെയ്ബേഴ്സ്, ചൈന, പാകിസ്ഥാൻ, ശ്രീലങ്ക, ഇതിൽ ഈ 3 രാജ്യങ്ങളുമായുള്ള റിലേഷനെ കുറിച്ച് ചോദിക്കും. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. എന്താണ് POK, POK, പാക് ഒക്യുപ്പൈഡ് കാശ്മീർ, അതെന്താണെന്ന് നോക്കാം. ജമ്മു കാശ്മീർ സംസ്ഥാനത്തിൻ്റെ 5ൽ 2 ഭാഗവും പാക് അധിനിവേശ പ്രദേശമാണ്. അതിനെയാണ് പാക് അധിനിവേശ കാശ്മീർ അല്ലെങ്കിൽ പാക് ഒക്യുപ്പൈഡ് കാശ്മീർ, POK എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് അതുപോലെ വാട്ട് ഈസ് ദ എയിം ഓഫ് ലിബറേഷൻ ടൈഗർ, എന്താണ് ലിബറേഷൻ ടൈഗർ സംഘടനയുടെ ലക്ഷ്യം. അതായത് ഈഴം എന്ന പേരിൽ പരമോന്നത തമിഴ് രാഷ്ട്രം ഉണ്ടാക്കുക എന്നതാണ് ലിബറേഷൻ ടൈഗർ സംഘടനയുടെ ലക്ഷ്യം. ഇനി നെക്സ്റ്റ് ലൈൻ ഓഫ് കൺട്രോൾ, ലോക്ക്, LOC, എന്താണ് ലോക്ക് എന്നാൽ. 1949 ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി പ്രദേശത്ത്, ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും അതിർത്തി പ്രദേശത്ത് തീയണയ്ക്കൽ എന്ന പേരിൽ അതിർത്തി രേഖ രൂപപ്പെട്ടിരുന്നു. പിന്നീട് 1972 മുതൽ കാശ്മീർ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയായി ഈ ലോക്ക് അറിയപ്പെടാൻ തുടങ്ങി. അപ്പോൾ ലോക്ക് അല്ലെങ്കിൽ ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് കാശ്മീരിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയാണ് ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. അതുപോലെ അതിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് മക്മഹോൺ ലൈൻ, എന്താണ് മക്മഹോൺ ലൈൻ എന്ന്. അതായത് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള അതിർത്തി രേഖയാണ് മക്മഹോൺ. നേരത്തെ പറഞ്ഞ ലോക്ക് അല്ലെങ്കിൽ ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ കാശ്മീരിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയാണ്. ഇതെല്ലാം കൂടി തിരിഞ്ഞു പോകാതെ പഠിക്കുക.
ഇനി അതുപോലെ ഇതിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് എഴുതുക. അതുപോലെ ഡിഫൈൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വിശദീകരിക്കുക. എക്സ്പ്ലെയിൻ അബൌട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ശ്രീലങ്ക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് എഴുതുക. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള റിലേഷൻ, ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് എഴുതാൻ എല്ലാം പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെയാണ് ഡെസ്ക്രൈബ് അബൌട്ട് ഇന്ത്യ കാശ്മീർ ഡിസ്പ്യൂട്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കാശ്മീർ തർക്കത്തെക്കുറിച്ച് വിവരിക്കുക. ഇതും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. അപ്പം നമ്മൾ ഇപ്പോൾ മൊഡ്യൂള് 28 28 വരെ ഉള്ള മൊഡ്യൂൾ ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണേ, നമ്മുടെ 6 മൊഡ്യൂളുകളും കംപ്ലീറ്റ് ആവുകയാണ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഓപ്ഷണൽ മൊഡ്യൂളാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത്രയും ചാപ്റ്റേഴ്സ്, നമ്മൾ ഈ പറഞ്ഞ ഇത്രയും ചാപ്റ്റേഴ്സ് നന്നായിട്ട് പഠിക്കുക. ഇത്രയും പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒരു 4 മൊഡ്യൂളെങ്കിലും നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ സമയമുള്ളവർ എന്ത് ചെയ്യുക, 6 മൊഡ്യൂളും പഠിക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരു പക്ഷേ നമ്മൾ ഈ 4 മൊഡ്യൂൾ പഠിക്കുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് പാസ്സാകാനുള്ള മാർക്ക് കിട്ടുമായിരിക്കും. പക്ഷേ ഫുള്ള് നമ്മൾ പഠിച്ചു ഇത് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് അത്രയ്ക്ക് പ്രയാസമുള്ള സബ്ജക്റ്റൊന്നുമല്ല. നിങ്ങൾ ഒരുവിധം നമുക്ക് പഠിക്കാൻ സാധിച്ചാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യും. കഴിഞ്ഞ വർഷം എൻ്റെ ഏതൊക്കെയോ വീഡിയോയ്ക്ക് താഴെ, ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, നമ്മുടെ ചാനലിൽ നിന്നുള്ള വീഡിയോസ് മാത്രം പഠിച്ചെഴുതി 75% മുകളിൽ മാർക്ക് വാങ്ങിച്ച കുട്ടികൾ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ എക്സാമിനാണ്, പക്ഷേ ഏത് വീഡിയോ എന്ന് എനിക്കറിയില്ല, വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്പോഴും മിക്കവാറും നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വീഡിയോയുടെ താഴെ നോക്കിയാൽ മനസ്സിലാവും, പൊളിറ്റിക്കൽ സയൻസിനൊക്കെ മിക്കവാറും കുട്ടികൾ നല്ല മാർക്ക് വാങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം എല്ലാവർക്കും പ്രയാസം ഉണ്ടായിരുന്നത് മാത്രമേ ഉള്ളായിരുന്നു, ഹിസ്റ്ററി മാത്രമേ ഉള്ളായിരുന്നു. എല്ലാ വർഷവും ഹിസ്റ്ററി. പക്ഷേ ആ ഏപ്രിൽ ബാച്ചുകാരുടെ ഹിസ്റ്ററി വെച്ചിട്ട് നിങ്ങൾക്ക് നല്ല എളുപ്പമായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. നല്ല ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ നിങ്ങൾ ലാസ്റ്റ് പഠിച്ചവർക്കാണ് എന്ത് ചെയ്തത്, പണി കിട്ടിയത്. അതുപോലെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നിടത്തോളം നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്ഷണൽ മൊഡ്യൂൾ നിങ്ങൾ പഠിക്കാതിരിക്കരുത്. ഓപ്ഷണൽ മൊഡ്യൂൾ നമ്മളിപ്പോൾ ഈ 28 ചാപ്റ്ററുകളല്ലേ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഓപ്ഷണൽ മൊഡ്യൂൾ 29, ഒന്നാമത്തെ മൊഡ്യൂൾ, ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുമ്പോഴത്തേക്ക് 29, 30, 31, 32 അല്ലേ. ഈ 4 ചാപ്റ്ററുകൾ പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, 15 മാർക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ രണ്ടാമത്തെ മൊഡ്യൂൾ സെലക്ട് ചെയ്ത് പഠിക്കാം. 33, 34, 35, 36 നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ടുള്ളത് ആ ഒരു മൊഡ്യൂൾ നിങ്ങൾ സെലക്ട് ചെയ്ത് പഠിച്ച് 15 മാർക്ക് നേടുക. ഇനി നമുക്ക് ബാക്കിയുള്ളത് സോഷ്യോളജിയുടെ എക്സാം, ഇംഗ്ലീഷ്. വീണ്ടും ഞാൻ പറയുന്നു, ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾക്കായിട്ട് നിങ്ങൾ ക്യാച്ച് ആൻഡ് സ്പൈസി ഇംഗ്ലീഷ് എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റേത് എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്ത് തരാം. അതുപോലെ സോഷ്യോളജിയുടെ ക്ലാസ്സുകൾ ഇനി കുറേ ഗ്യാപ്പ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് സോഷ്യോളജി പഠിക്കാതിരിക്കരുത്. ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. ഓരോ ദിവസവും ഒരു 2 or 3 ചാപ്റ്റർ വെച്ചെങ്കിലും പഠിച്ച് തീർക്കുമെന്ന് നിങ്ങൾ തന്നെ വിചാരിക്കുക. അതുപോലെ ബിസിനസ് സ്റ്റഡീസിൻ്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും വീണ്ടും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് എക്സാം എഴുതാൻ കഴിയട്ടെ. എക്സാം കഴിഞ്ഞിട്ട് വന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അതുപോലെ തന്നെ ഇപ്പോൾ ഇത്രയും ഞാൻ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ പറഞ്ഞതല്ലേ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് ക്ലാസ്സാണ് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, ടീച്ചറെ ആ ക്വസ്റ്റ്യൻ എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചാൽ ഞാൻ അതിൻ്റെ വീഡിയോ ഇന്നൊരു ദിവസം കൊണ്ടായാലും ചെയ്തിട്ട് വരാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ കമൻസിലൂടെ അറിയിക്കാൻ ഞാൻ ശ്രമിക്കാം ക്ലാസ്സുകൾ തരാനായിട്ട്. ഓക്കെ, താങ്ക് യു.